ഹായ്, എല്ലാവർക്കും കിങ് ആൻഡ് ക്യൂവിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. യൂട്യൂബിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ട്രെൻഡിങ് വിഭവമായ എഗ് പുഡിങ്ങിനെ പറ്റി വെറും 2 മുട്ടയും 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും വെച്ച് ഉണ്ടാക്കുക 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ ഏറ്റവും രുചികരമായ ഒരു വിഭവമാണ്. വീട്ടിലെല്ലാവർക്കും ഒരുപോലെ ആസ്വദിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. ഈ വിഭവം എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിനാവശ്യമായ 2 മുട്ട നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മുട്ട എടുത്തിട്ട് ഇതിൻ്റെ വെള്ളക്കരു നമുക്ക് എടുക്കണം. അതിനെ ചെറുതായിട്ടൊന്ന് പൊട്ടിച്ച് കൊടുക്കുക. വെള്ളക്കരു മാത്രം ഇങ്ങോട്ട് എടുക്കുക. വെള്ളക്കരു മാത്രം മതി, ഇങ്ങനെ വേർപെട്ട് വരും. ഉണ്ടോ? ഇതിനാവശ്യമായ 1 സ്പൂൺ പഞ്ചസാര. ഇതുപോലുള്ള ഒരു വിസ്ക് എടുത്ത് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ലപോലെ ഇത് പതഞ്ഞ് വരത്തക്ക രീതിയിലാണ് ബീറ്റ് ചെയ്യേണ്ടത്. ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് ഐറ്റമാണ്. അപ്പം നമ്മളൊരു പരീക്ഷണാർത്ഥം ചെയ്യുകയാണ്. അപ്പോൾ ഇത് പതഞ്ഞ് വരാൻ കുറച്ച് ടൈം എടുക്കും. ഈ വിസ്ക് ഇല്ലാത്തവർക്ക് ഫോർക്ക് വെച്ചും ഇതേമാതിരി ചെയ്യാവുന്നതാണ്. നമുക്ക് ഈ മുട്ടയുടെ ഒരു മണവും ഇതൊക്കെ ഒന്ന് മാറാൻ വേണ്ടി വാനില എസൻസ് ആണ് ഒഴിക്കുന്നത്. അപ്പോൾ ഏത് എസൻസ് നമുക്ക് ഉപയോഗിക്കാം. ഞങ്ങളിപ്പോൾ വാനില ഉപയോഗിച്ചതേ ഉള്ളൂ. എസൻസ് ഉപയോഗിച്ചില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. നമ്മുടെ ഇഷ്ടമുള്ള ഫ്ലേവർ ഉപയോഗിക്കാം. ഇപ്പോൾ കൊറോണയൊക്കെയാണ്. ഇപ്പോൾ ഈ ക്വാറന്റൈൻ ടൈമിൽ വീട്ടിലിരിക്കുന്ന സമയത്ത് ഇതുപോലൊരു ഫുഡ് നമുക്ക് 2 മുട്ട വെച്ച് ഉണ്ടാക്കിയെടുക്കാം. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ ഇതൊരു ട്രെൻഡിങ് ഐറ്റമാണ്. ഞങ്ങൾ ഇതുപോലെ കണ്ടപ്പോൾ എന്നാൽ പിന്നെ ഉണ്ടാക്കിയേക്കാമെന്ന് വിചാരിച്ചു. അതാണ്. അപ്പം എല്ലാവരും വീട്ടിൽ സേഫ് ആകണമെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം, ആർക്കും ഒന്നും വരാതിരിക്കട്ടെ. നമ്മൾ ഇതിനകത്തോട്ട് ഇങ്ങനൊരു പാത്രത്തിലാണ് ഞാൻ വെക്കുന്നത്. ഇത് നമുക്ക് ചോറ്റുപാത്രം ആകാം, അങ്ങനെ ഏതെങ്കിലും ഒരു വട്ടപാത്രം, എളുപ്പം വരുന്ന തരത്തിലുള്ള ഒരു പാത്രം എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് എണ്ണ തടവി കൊടുക്കുക. ഇളകി വരുമോ എന്നൊരു ഡൗട്ട് അതിന് നമ്മൾ ഷുഗർ കാരമലൈസ് ചെയ്തിട്ട് എണ്ണ തേച്ചിട്ടുള്ള പാത്രത്തിലോട്ട് ഇട്ടിരിക്കുകയാണ്. ഇപ്പം എണ്ണ തേച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്കിതൊന്ന് ചുറ്റിച്ച് വട്ടത്തിലെടുക്കാം. എന്നിട്ട് ഇതിനകത്തോട്ടാണ് നമ്മൾ മിക്സിങ് ഇടാൻ പോകുന്നത്, മുട്ടയുടെ മിക്സിങ്. മുട്ട ബീറ്റ് ചെയ്ത് പതപ്പിച്ചെടുത്ത് നോക്കി കണ്ട് ഇതുപോലെ കണ്ട് വരും കേട്ടോ. ഐസ് ക്യൂബതാണ് പത്രത്തിൽ എടുത്തു. ഇനി നമുക്ക് അടുപ്പിലോട്ട് വെക്കാം. അടുപ്പത്തെ ഇഡലി പാത്രം ചൂടാക്കി വെള്ളം ഒഴിച്ച് അതിൻ്റെ ഇഡലിത്തട്ട് തിരിച്ച് ഇട്ട് ഇതാണ് നമ്മൾ ഈ മുട്ട പതപ്പിച്ചത് വെക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇതിലോട്ട് ഇങ്ങനെ മുട്ട പതിപ്പിച്ച് ഇവിടെ വെക്കാം. ശേഷം നമ്മൾ ഒരു പാത്രം വെച്ച് ഇത് അടയ്ക്കണേ. ഒന്നുകിൽ അലൂമിനിയം ഫോയിലോ അല്ലെങ്കിൽ ഇതുപോലൊരു പ്ലേറ്റ് ആയാലും മതി. സ്റ്റീം കയറാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിത് അടയ്ക്കുന്നത്. അതിനുശേഷം നമുക്ക് അടപ്പ് വെച്ച് മൂടാം. ഒരു 5 മിനിറ്റിന് ശേഷം നമുക്കിത് തുറന്നു നോക്കാവുന്നതാണ്. മുട്ട പുഡിംഗ് റെഡിയായോ ഇത് നമുക്ക് തുറന്നു നോക്കാം. നല്ല ആവിയൊക്കെ വരുന്നുണ്ട്. വെന്തിട്ടുണ്ട്. അപ്പോൾ അടുപ്പിൽ നിന്ന് നമുക്കിത് വാങ്ങാം. എഗ് പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാനൊരു തണുത്തതിന് ശേഷമാണ് ഞാൻ ഈ പ്ലേറ്റിലേക്ക് മാറ്റിയത്. അപ്പോൾ നമുക്ക് ചൂടായിട്ട് ഉപയോഗിക്കാം, ഫ്രീസറിൽ വെച്ച് തണുത്തതിന് ശേഷം വേണമെങ്കിലും ഉപയോഗിക്കാം. ഇത് കേക്ക് പോലെ കട്ട് ചെയ്ത് വീട്ടിലെല്ലാവർക്കും കൊടുക്കുക. അപ്പോൾ അതുപോലെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം ഈ വീഡിയോ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക. ഒരുപാട് ആളുകൾ ഞങ്ങളുടെ വീഡിയോ കണ്ടിട്ട് മെസ്സേജ് അയക്കുകയും വിളിക്കുകയൊക്കെ ചെയ്തിരുന്നു. എങ്ങനെയാണ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഇത് റെസിപ്പി എന്താണ് എന്നൊക്കെ അറിയാൻ വേണ്ടി മറ്റ് വീഡിയോകളൊക്കെ കണ്ട് വിളിച്ചിരുന്നു. അവർക്കെല്ലാം ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ മുന്നോട്ട് ഞങ്ങളുടെ കഴിഞ്ഞ വീഡിയോ ചെയ്യുക. കോഫി കേക്ക് ആയിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കാണാത്തവർ, ആ 3 ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ച് ചെയ്യുന്നൊരു ഐറ്റമാണത്. അപ്പോൾ അത് കാണാത്തവർ അതുകൂടെ കാണണം. അപ്പോൾ അടുത്ത ഐറ്റമായിട്ട് ഞങ്ങൾ എത്തുന്നതായിരിക്കും.
ബൈ.